ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമാണോ? എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈദ് ആശംസകൾ. എനിക്ക് അടുത്ത 4 ദിവസം ലീവാണ്. ഇന്ന് നമ്മൾ എവിടെയാണെന്നല്ലേ, ഇന്ന് ഞാൻ എൻ്റെ റൂമിലാണ്. സോ ലീവായതുകൊണ്ട് റൂമിലാണ്. ഇന്ന് വൈകുന്നേരം വേണം നമുക്ക് പുറത്തൊക്കെ പോകാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ കം ടു ദ പോയിൻറ്റ്. ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചാണെന്നല്ലേ, ആഫ്റ്റർ എ ലോങ് ഇയേഴ്സ്, നിയർ ബൈ 12 years later, Honorable Chief Minister of Tamil Nadu, Mr. Joseph Vijay, ഇന്ന് നമ്മുടെ ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ മിസ്റ്റർ നരേന്ദ്രമോദിയെ കാണാൻ ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ്. നരേന്ദ്രമോദിയും കാണാനിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നിർമ്മല സീതാരാമനെയും കാണാനിരിക്കുകയാണ്. അതേപോലെ അമിത്ഷായും കാണാനിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ രാഹുൽ ഗാന്ധിയും കാണാനിരിക്കുകയാണ്. സോണിയാഗാന്ധിയും കാണാനിരിക്കുകയാണ്. മല്ലിക ഖാർഗെയും കാണാനിരിക്കുകയാണ്. സോ ഇത്രയും സന്ദർശനത്തിന് വേണ്ടിയാണ് ഹോണറബിൾ തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ മിസ്റ്റർ ജോസഫ് വിജയ് ഡൽഹിയിൽ 2 ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടി എത്തിയിരിക്കുന്നത്. അപ്പോൾ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ മിസ്റ്റർ ജോസഫ് വിജയ് തമിഴ്നാട്ടിൽ നിന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റിലോട്ട് കയറി ഡൽഹിയിൽ ഇറങ്ങി തമിഴ്നാട് ഹൗസിലോട്ട് എത്തി. വമ്പൻ സ്വീകരണമാണ്, വിത്ത് വമ്പൻ പരേഡും വമ്പൻ സ്വീകരണമായിട്ട് വിജയിയെ ക്ഷണിച്ച് അകത്ത് കയറ്റിയിരിക്കുകയാണ്. എന്തായല്ലേ, എങ്ങനെ ഇരുന്ന മനുഷ്യൻ ഇന്ന് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് നമ്മളിതൊരു പോസിറ്റീവ് എനർജിയായിട്ട് നമ്മൾ കരുതുക. കാര്യം പുള്ളിക്കാരനെ എപ്പോഴും ഞാൻ പറയാറുണ്ട്, പുള്ളിക്കാരനെ എപ്പോഴും എൻ്റെ ഒരു ഇൻസ്പിറേഷനാണ്. എനിക്കൊരു പോസിറ്റീവ് എനർജി എൻ്റെ ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് അണ്ണൻ മാത്രമാണ്. ഓക്കെ, സോ പുള്ളിക്കാരനെ ഞാൻ അധികമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നതും അതുകൊണ്ടാണ്. ഞാനൊരു ഫാനല്ല. ഇപ്പോഴും ആ പുള്ളിക്കാരൻ്റെ ഒരു പോസിറ്റീവ് വൈബിലോട്ട് നമ്മൾ ആ എനർജിയെ കൈപ്പറ്റി നമ്മൾ പുള്ളിക്കാരനെ ഫോളോ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ കം ടു ദ പോയിൻറ്റ് ബാക്ക്. പുള്ളിക്കാരൻ എന്തിനാണ് ഡൽഹിയിൽ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയെ കണ്ട്, അതായത് ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയെ കണ്ട് തമിഴ്നാട്ടിൻ്റെ കാര്യങ്ങളും പിന്നെ തമിഴ്നാട്ടിന് കിട്ടേണ്ട ഫണ്ട്സിൻ്റെ കാര്യത്തിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും പിന്നെ ചീഫ് മിനിസ്റ്ററായിട്ട് ആദ്യമായിട്ടുള്ള ഒരു സന്ദർശനം കൂടെയാണ്. അത് മര്യാദ നിമിത്തം പോയി കാണുന്നതാണ്. സോ ഇതൊക്കെയാണ്. പിന്നെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അവരുടെ പാർട്ടി അംഗങ്ങളെ എല്ലാവരെയും നേരിട്ട് കണ്ട് ഉച്ചഭക്ഷണത്തിന് എന്തോ അപ്പോയിൻമെൻറ്റ് കൊടുത്തിരിക്കുകയാണെന്നാണ് അറിയുന്നത്. സോ അതൊക്കെ പുള്ളിക്കാരൻ സ്നേഹപൂർവ്വം സ്വീകരിച്ച് സന്തോഷത്തോടെ മടങ്ങി വരുമെന്നുള്ള കാര്യങ്ങളാണ് തമിഴ്നാട് ന്യൂസ് ചാനൽ വഴി അറിയാൻ സാധിക്കുന്നത്. സോ ജോസഫ് വിജയുടെ ആദ്യത്തെ സന്ദർശനം ഭംഗീകരമാവട്ടെ, അതൊരു സക്സസ് മീറ്റ് ആവട്ടെ, എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു മീറ്റ് ആവട്ടെ. തമിഴ്നാട് ജനതയ്ക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ന്യൂസുമായിട്ട് പുള്ളിക്കാരൻ തിരിച്ചു വരാൻ എല്ലാവരും ആഗ്രഹിക്കുകയാണ്. So stay tuned for the next update. Stay calm and stay blessed. Take care. Bye bye.